Domain name system. Each internet host is assigned a host name and IP address. അപ്പോൾ ഓരോ ഇൻ്റർനെറ്റ് ഹോസ്റ്റിനും ഒരു ഹോസ്റ്റ് നെയിമും കാണും, IP അഡ്രസ്സും കാണും. ഹോസ്റ്റ് നെയിം എന്ന് പറയുമ്പോഴത്തേക്കും സ്ട്രക്ചേർഡ് ക്യാരക്ടർ സ്ട്രിങ്സ് ആയിരിക്കും. എക്സാമ്പിൾ www.google.com അതൊരു ഹോസ്റ്റ് നെയിമിന് എക്സാമ്പിളാണ്. അതുപോലെ IP അഡ്രസ്സ് എന്ന് പറയുമ്പോഴത്തേക്കും 32-bit ഇൻഡിജേഴ്സ് ആയിരിക്കും. IP അഡ്രസ് 139.130.4.5 എക്സാമ്പിൾ. DNS is the naming service of the internet that resolve host names to IP address. DNS എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നൈമിംഗ് സർവീസാണ്, ഇൻ്റർനെറ്റിൻ്റെ നൈമിംഗ് സർവീസാണ് വിച്ച് റിസോൾവ് ഹോസ്റ്റ് നെയിം ടു IP അഡ്രസ്. DNS അലൗസ് യൂസേഴ്സ് ഓഫ് ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻ ടു റെഫർ ടു റിമോട്ട് ഹോസ്റ്റ് ബൈ നെയിം റാദർ ദാൻ ബൈ അഡ്രസ്. DNS നമ്മുടെ യൂസേഴ്സിന് അതായത് നൈം വെച്ചിട്ട് റെഫർ ചെയ്യാൻ സഹായിക്കും. അതായത് ഒരു ഹോസ്റ്റിന് നമുക്ക് അഡ്രസ്സിനേക്കാളും കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് നൈം വെച്ചിട്ട് റെഫർ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഡൊമൈൻ നൈം സിസ്റ്റം എന്ന് പറയുന്നത്. ടു ഐഡൻറ്റിഫൈ ആൻ എൻറ്റിറ്റി TCP/IP പ്രോട്ടോക്കോൾ യൂസ് ദ IP അഡ്രസ്. ഇപ്പോൾ ഒരു എൻറ്റിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ TCP/IP പ്രോട്ടോക്കോൾ ആണെങ്കിൽ നമ്മൾ IP അഡ്രസ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും ഒരു എൻറ്റിറ്റിയെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇറ്റ്സ് യുണീക്ക്ലി ഐഡൻറ്റിഫൈസ് ദ കണക്ഷൻ ഓഫ് എ ഹോസ്റ്റ് ടു ദ ഇൻ്റർനെറ്റ്. അവിടെ നമ്മൾ എന്താണ് അതൊരു യുണീക്കായിട്ട് നമ്മുടെ ആ ഒരു കണക്ഷന് ആ ഹോസ്റ്റിൽ നിന്ന് ഇൻ്റർനെറ്റിലേക്കുള്ള കണക്ഷനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. ഹൗവർ പീപ്പിൾ പ്രിഫർ ടു യൂസ് നൈംസ് ഇൻസ്റ്റെഡ് ഓഫ് ന്യൂമറിക് അഡ്രസ്സസ്. നമ്മൾ കൂടുതലും ന്യൂമറിക് അഡ്രസ്സസിനേക്കാളും നൈം വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് കൂടുതലും യൂസേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. Therefore we need a system that can map a name to an address or an address to a name. അതുകൊണ്ട് നമുക്കൊരു സിസ്റ്റം വേണം വിച്ച് ക്യാൻ മാപ്പ് എ നൈം ടു ആൻ അഡ്രസ്സ്. ഒരു അഡ്രസ്സിലേക്ക് നൈം മാപ്പ് ചെയ്യുന്നൊരു സിസ്റ്റം, അല്ലെങ്കിൽ തിരിച്ച് അഡ്രസ്സിനെ ഒരു നൈമിലേക്ക് മാപ്പ് ചെയ്യുന്നൊരു സിസ്റ്റം നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഡൊമൈൻ നൈം സിസ്റ്റം. ഇറ്റ് ട്രാൻസ്ലേറ്റ്സ് ഇൻ്റർനെറ്റ് ഡൊമൈൻ ആൻഡ് ഹോസ്റ്റ് നെയിംസ് ടു IP അഡ്രസ് ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ ഡൊമൈൻ നെയിം സിസ്റ്റത്തിൽ നമ്മൾ ഇൻ്റർനെറ്റ് ഡൊമൈനും ഹോസ്റ്റ് നെയിമും നമ്മൾ എന്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും? IP അഡ്രസ്സിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും, അതുപോലെ തന്നെ തിരിച്ചും ചെയ്യും. The names assigned to machines must be unique because the addresses are unique. A namespace that maps each addresses to a unique name can be organized into two ways. അപ്പോൾ ഒരു യുണീക്ക് നെയിമിലേക്ക് നമ്മൾ മാപ്പ് ചെയ്യുന്ന ഓരോ അഡ്രസ്സും അതിന് വേണ്ടിയിട്ടൊരു നൈം സ്പേസ് ഉണ്ടായിരിക്കും. നൈം സ്പേസ് ദാറ്റ് മാപ്സ് ഈച്ച് അഡ്രസ് ടു എ യുണീക്ക് നെയിം ക്യാൻ ബി ഓർഗനൈസ്ഡ് ഇൻ ടു ടു വേസ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു നൈം സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് മെത്തേഡ്സിലൂടെയാണ് ഓർഗനൈസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഫ്ലാറ്റ് നൈം സ്പേസ്, നെക്സ്റ്റ് വൺ ഹൈറാർക്കിക്കൽ നൈം സ്പേസ്. ഫ്ലാറ്റ് നൈം സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും എ നൈം ഈസ് അസൈൻഡ് ടു ആൻ അഡ്രസ്സ്. ഒരു അഡ്രസ്സിന് നമ്മളൊരു നൈം അസൈൻ ചെയ്ത് കൊടുക്കും. അതുപോലെ നൈം ഇൻ ദിസ് സ്പേസ് ഈസ് എ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് വിത്തൗട്ട് സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഇതിൽ നൈം എന്ന് പറയുന്നത് സ്ട്രക്ചറൊന്നും ഇല്ലാത്തൊരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് മാത്രമായിരിക്കും ഇതിൽ നൈം എന്ന് പറയുന്നത്. ഇതിലെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് കനോട്ട് യൂസ് ഇൻ എ ലാർജ് സിസ്റ്റം സച്ച് ആസ് ദ ഇൻ്റർനെറ്റ്. അപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് പോലുള്ള ഒരു ലാർജ് സിസ്റ്റത്തിൽ ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഫ്ലാറ്റ് നൈം സ്പേസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഹൈറാർക്കിക്കൽ നൈം സ്പേസ് ആണെങ്കിൽ ഓരോ നൈമും മെയ്ഡ് ഓഫ് സെവറൽ പാർട്സ്. അപ്പോൾ നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചർ, അതായത് ഒരു ട്രീ നൈം സ്പേസ് അല്ലെങ്കിൽ ഒരു ഹൈറാർക്കിക്കൽ നൈം സ്പേസ് ആയിരിക്കും പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഇൻ വിച്ച് ഈച്ച് നെയിം ഹാസ് സെവറൽ പാർട്സ്. ഓരോ നെയിമിനും സെവറൽ പാർട്സ് ആയിരിക്കും. ഫസ്റ്റ് പാർട്ട് ക്യാൻ ഡിഫൈൻഡ് ദ നാച്ചർ ഓഫ് ദ ഓർഗനൈസേഷൻ. അതിൽ ഫസ്റ്റ് പാർട്ട് ഓർഗനൈസേഷൻ്റെ നാച്ചറിനെ ഡിഫൈൻ ചെയ്യുന്നതായിരിക്കും. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നൈമിനെ ഡിഫൈൻ ചെയ്യുന്നതായിരിക്കും. തേർഡ് പാർട്ട് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റിനെ ഡിഫൈൻ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ പോകും. അതോറിറ്റി ടു അസൈൻ ആൻഡ് കൺട്രോൾ ദ നെയിം സ്പേസ് ക്യാൻ ബി ഡീസെൻട്രലൈസ്ഡ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ഡൊമൈൻ നൈം സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഹൈറാർക്കിക്കൽ ഡിസൈനിലായിരിക്കും. നൈംസ് ആർ ഡിഫൈൻഡ് ഇൻ ആൻ ഇൻവേർട്ടഡ് ട്രീ സ്ട്രക്ചർ വിത്ത് ദ റൂട്ട് അറ്റ് ദ ടോപ്പ്. റൂട്ട് ടോപ്പിൽ വെച്ചിട്ട് ഒരു ഇൻവേർട്ടഡ് ട്രീ സ്ട്രക്ചർ ആയിരിക്കും നമ്മുടെ നൈംസ്, ഡൊമൈൻ നൈം സ്പേസിൽ നമ്മുടെ നൈംസ് എന്ന് പറയുന്നത്. ആൻഡ് ദ ട്രീ ക്യാൻ ഹാവ് 128 ലെവൽസ്. ആ ട്രീക്ക് 128 ലെവൽസ് ഉണ്ടായിരിക്കും. ലെവൽ 0 ടു ലെവൽ 127 വരെ 128 ലെവൽസ് ഉണ്ടായിരിക്കും. കൺസെപ്ച്വലി ദ ഇൻ്റർനെറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഓവർ 200 ടോപ്പ് ലെവൽ ഡൊമൈൻസ് where each domain covers many hosts. ഇനി
ഇൻ്റർനെറ്റിനെ നമ്മൾ 200 ടോപ്പ് ലെവൽ ഡൊമൈൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ ഡൊമൈൻസിനും ഒരുപാട് ഹോസ്റ്റുകൾ കാണും. ഓക്കെ, ഇനി ഈ ഓരോ ഡൊമൈൻസും നമ്മൾ വീണ്ടും സബ് പാർട്ടീഷൻ ചെയ്ത് സബ് ഡൊമൈൻസ് ആക്കും. ദീസ് ആർ ഫർദർ പാർട്ടീഷൻ ആൻഡ് സോ ഓൺ. അങ്ങനെ ഈ സബ് ഡൊമൈൻസിനെ വീണ്ടും പാർട്ടീഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ പാർട്ടീഷൻ ചെയ്ത് പോകും. ഇനി എല്ലാ ഡൊമൈൻസിനെയും നമ്മളൊരു ട്രീ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ലീവ്സ് ഓഫ് ദ ട്രീ റെപ്രസെൻറ്റ് ഡൊമൈൻസ് ദറ്റ് ഹാവ് നോ സബ് ഡൊമൈൻസ്. അപ്പോൾ ഈ ട്രീയുടെ ലീവ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് റെപ്രസെൻറ്റ്സ് ഡൊമൈൻസ് വിച്ച് ഹാവ് നോ സബ് ഡൊമൈൻസ്. സബ് ഡൊമൈൻസ് ഇല്ലാത്ത ഡൊമൈൻസ് ആയിരിക്കും ഈ ട്രീയുടെ ലീവ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡൊമൈൻ നെയിം സ്പേസിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അർപ്പ ഉണ്ട്, കോം ഉണ്ട്, എഡി ഉണ്ട്, ORG ഉണ്ട്, അതുപോലെ എഡി ഉണ്ട്, ZW, അങ്ങനെ ഒരുപാട് ഡൊമൈൻ നെയിംസ് കാണും. ഈച്ച് നോഡ് ഇൻ ദ ട്രീ ഹാസ് എ ലേബൽ. അപ്പോൾ ലേബൽ ഉണ്ടായിരിക്കും. ഈച്ച് ഡൊമൈൻ ഈസ് നെയിംഡ് ബൈ ദ പാത്ത് അപ്വേർഡ് ഫ്രം ഇറ്റ് ടു ദ അൺനെയിംഡ് റൂട്ട്. ഓരോ ഡൊമൈനും നമ്മുടെ ആ ഒരു പാത്ത് അപ്വേർഡ് മുകളിലോട്ടുള്ള പാത്ത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ ഡൊമൈനിനെ നെയിം ചെയ്തിരിക്കുന്നത്. അതായത് അൺനെയിംഡ് റൂട്ടിൽ നിന്ന് നമ്മുടെ ആ ഒരു അപ്വേർഡ് പാത്തിലോട്ടുള്ള ഇതായിരിക്കും നമ്മുടെ ആ ഒരു നെയിം എന്ന് പറയുന്നത്. എ ഫുൾ ഡൊമൈൻ നെയിം ഈസ് എ സീക്വൻസ് ഓഫ് ലേബിൾസ് സെപ്പറേറ്റഡ് ബൈ ഡോട്ട്സ്. ഫുൾ ഡൊമൈൻ നെയിം എന്ന് പറയുമ്പോഴത്തേക്കും സീക്വൻസ് ഓഫ് ലേബിൾസ് വിച്ച് ഈസ് സെപ്പറേറ്റഡ് ബൈ ഡോട്ട്സ്. എക്സാമ്പിൾ challenger.atc.fhda.edu is a domain name that defines a computer at De Anza College. De Anza കോളേജിലെ കമ്പ്യൂട്ടറിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഡൊമൈൻ നെയിമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചലഞ്ചർ എന്ന് പറയുന്ന ഒരു ലേബൽ, ATC എന്ന് പറയുന്ന ഒരു ലേബൽ, FHDA എന്ന് പറയുന്ന ഒരു ലേബൽ, EDU എന്ന് പറയുന്ന ലേബൽ. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ ഒരു ഡൊമൈൻ നെയിമായിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ആ ഒരു അപ്വേർഡ് പാത്ത്, ആ ഒരു പാത്തിൻ്റെ ആ ഒരു ഫ്ലോ, ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ആ ഒരു നെയിമിനെ നെയിം ചെയ്യുന്നത്, ആ ഒരു ഡൊമൈൻ നെയിം കൊടുക്കുന്നത്. ഈച്ച് ലേബൽ ഇൻ ദ ഡൊമൈൻ മേ ഡിഫൈൻ ആൻ എൻറ്റിറ്റി ഇൻ ദ ഓർഗനൈസേഷൻ. അപ്പോൾ ഓരോ ലേബലും ആ ഓർഗനൈസേഷനിൽ എൻറ്റിറ്റിയെ ഡിഫൈൻ ചെയ്യുന്നുണ്ടായിരിക്കും. ദ ലെവൽ ഓഫ് ഡീറ്റെയിൽ ഇൻക്രീസസ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. അപ്പോൾ ഡീറ്റെയിൽ ലെവൽ എന്ന് പറയുന്നത് റൈറ്റ് ടു ലെഫ്റ്റിലോട്ട് പോകുമ്പോഴത്തേക്കും ഇൻക്രീസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് എക്സാമ്പിൾ. ഇനി ഫുള്ളി ക്വാളിഫൈഡ് ഡൊമൈൻ നെയിമും ഉണ്ട്, പാർഷ്യലി ക്വാളിഫൈഡ് ഡൊമൈൻ നെയിമും ഉണ്ട്. ഫുള്ളി ക്വാളിഫൈഡ് ഡൊമൈൻ നെയിം അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഡൊമൈൻ നെയിം എന്ന് പറയും. പാർഷ്യലി ക്വാളിഫൈഡ് ഡൊമൈൻ നെയിം അല്ലെങ്കിൽ റിലേറ്റീവ് ഡൊമൈൻ നെയിം എന്ന് പറയും. If a label is terminated by a null string, it is called a fully qualified domain name, FQDN. അപ്പോൾ ഒരു നൾ സ്ട്രിങ് വെച്ചിട്ട് ഒരു ലേബലിനെ ടെർമിനേറ്റ് ചെയ്യുകയാണ്. ഇഫ് എ ലേബൽ ഈസ് ടെർമിനേറ്റഡ് ബൈ എ നൾ സ്ട്രിങ്, അങ്ങനെയുള്ള ഡൊമൈൻ നെയിമിനെയാണ് ഫുള്ളി ക്വാളിഫൈഡ് ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ ഡൊമൈൻ നെയിം ദാറ്റ് കണ്ടെയ്ൻസ് ദ ഫുൾ നെയിം ഓഫ് എ ഹോസ്റ്റ്. ആ ഹോസ്റ്റിൻ്റെ ഫുൾ നെയിം അതിൽ ഉണ്ടായിരിക്കും. ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ലേബൽസ് ഫ്രം ദ മോസ്റ്റ് സ്പെസിഫിക് ടു ദ മോസ്റ്റ് ജനറൽ ദാറ്റ് യുണീക്ക്ലി ഡിഫൈൻ ദ നെയിം ഓഫ് ദ ഹോസ്റ്റ്. അതിൽ എല്ലാ ലേബൽസും ഉണ്ടായിരിക്കും. ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ളത് തൊട്ട് ഏറ്റവും ജനറൽ ആയിട്ടുള്ള എല്ലാ ലേബലും ഉണ്ടായിരിക്കും. ആ ഒരു ഹോസ്റ്റിൻ്റെ നെയിമിനെ നമ്മൾ യുണീക്കലി ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അവിടെ. ആൻഡ് ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ആ നേരത്തെ പറഞ്ഞ ഡൊമൈൻ നെയിമാണ് അതിൻ്റെ എക്സാമ്പിൾ. ഇനി അടുത്ത പാർഷ്യലി ക്വാളിഫൈഡ് ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ നൾ സ്ട്രിങ് വെച്ചിട്ട് ടെർമിനേറ്റ് ചെയ്യാത്ത ലേബൽസിനെയാണ് അത് നമ്മൾ പാർഷ്യലി ക്വാളിഫൈഡ് ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം എ നോഡ് ബട്ട് ഇറ്റ് ഡസ് നോട്ട് റീച്ച് ദ റൂട്ട്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, പക്ഷേ റൂട്ടിൽ എത്തത്തില്ല. പക്ഷേ FQDN ആണെങ്കിൽ നമ്മൾ റൂട്ടിൽ, അതായത് നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ അതിൻ്റെ റൂട്ടിൽ അത് എത്തി നിൽക്കുന്നുണ്ടായിരിക്കും. ആ ഒരു ഫുൾ നെയിമും അതിൽ കാണും. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ദ നെയിം ടു ബി റിസോൾവ്ഡ് ബിലോങ് ടു ദ സെയിം സൈറ്റ് ആസ് ദ ക്ലയൻറ്റ്. And the resolver can supply the missing part called the suffix to create an FQDN. അപ്പോൾ നമ്മുടെ റിസോൾവറിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സഫിക്സും കൂടെ ആഡ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ FQDN ആക്കാം. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ സെയിം FQDNൽ യൂസ് ചെയ്തിരിക്കുന്ന എക്സാമ്പിൾ തന്നെയാണ്. അതിൽ
if a user for example, if a user at the fhda.edu.site wants to get the IP address of the challenger computer, he or she can define the partial name challenger. ആദ്യം partial name challenger വെച്ചിട്ട് നമുക്ക് അതിൻ്റെ IP അഡ്രസ്സ് ഗെറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇവിടെ PQDN എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്തുവാണ്? പാർഷ്യൽ ക്വാളിഫൈഡ് ഡൊമൈൻ നെയിം ആണ്. ഓക്കെ, ഇനി ഡൊമൈൻസ്. എ ഡൊമൈൻ ഈസ് എ സബ് ട്രീ ഓഫ് ദ ഡൊമൈൻ നെയിം സ്പേസ്. ഡൊമൈൻ നെയിം സ്പേസിൻ്റെ ഒരു സബ് ട്രീ ആണ് ഡൊമൈൻ എന്ന് പറയുന്നത്. ദ നെയിം ഓഫ് ദ ഡൊമൈൻ ഈസ് ദ ഡൊമൈൻ നെയിം ഓഫ് ദ നോഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ സബ് ട്രീ. ഡൊമൈൻ്റെ നെയിം എന്ന് പറയുന്നത് ആ നോഡിൻ്റെ ഡൊമൈൻ നെയിം വിച്ച് ഈസ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ സബ് ട്രീ. സബ് ട്രീയുടെ ടോപ്പിലുള്ള ആ നോഡിൻ്റെ ഡൊമൈൻ നെയിം ആയിരിക്കും നെയിം ഓഫ് ദ ഡൊമൈൻ എന്ന് പറയുന്നത്. ഡൊമൈൻ നെയിംസ് ആർ കേസ് ഇൻസെൻസിറ്റീവ്. സോ edu, ക്യാപിറ്റൽ EDU ആൻഡ് EDU മീൻസ് ദ സെയിം തിങ്. അപ്പോൾ കേസ് ഇൻസെൻസിറ്റീവ് ആണ്. സോ ഇതെല്ലാം സെയിം തിങ്. അതായത് ഇപ്പോൾ സ്മോൾ ലെറ്ററിൽ എഡ്യൂ കൊടുത്താലും ക്യാപ്സിൽ എഡ്യൂ കൊടുത്താലും എല്ലാം സെയിം തിങ്ങിനെ തന്നെയാണ് മീൻ ചെയ്യുന്നത്. കമ്പോണൻറ്റ് നെയിംസ് ക്യാൻ ബി അപ് ടു 63 ക്യാരക്ടേഴ്സ് ലോങ് ആൻഡ് ഫുൾ പാത്ത് നെയിംസ് മസ്റ്റ് നോട്ട് എക്സീഡ് 255 ക്യാരക്ടേഴ്സ്. ഇതിൽ കമ്പോണൻറ്റ് നെയിംസ് എന്ന് പറയുന്നത് 63 ക്യാരക്ടേഴ്സ് ലോങ് ആയിരിക്കും. അതുപോലെ ഫുൾ പാത്ത് നെയിംസ് എന്ന് പറയുന്നത് 255 ക്യാരക്ടേഴ്സിനെ എക്സീഡ് ചെയ്യാൻ പാടില്ല. ഡൊമൈൻസിനെ കാണിച്ചിരിക്കുന്ന ഫിഗറാണ്. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നെയിം സ്പേസ്. ദ ഇൻഫർമേഷൻ കണ്ടെയ്ൻഡ് ഇൻ ദ ഡൊമൈൻ നെയിം സ്പേസ് മസ്റ്റ് ബി സ്റ്റോർഡ്. അപ്പോൾ ഈ ഡൊമൈൻ നെയിം സ്പേസിൻ്റെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്ത് വെക്കണം. പക്ഷേ ഒരു കമ്പ്യൂട്ടർ വെച്ചിട്ട് നമുക്ക് ഈ ഇൻഫർമേഷൻ, ഇത്രയും വലിയ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുക എന്നുള്ളത് അൺറിലയബിളും ആയിരിക്കും, ഇനെഫിഷ്യൻറ്റും ആയിരിക്കും. സോ ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു DNS സെർവർ ഉണ്ടായിരിക്കും. അതായത് ദീസ് പ്രോബ്ലംസ് സൊല്യൂഷൻ ഫോർ ദിസ് പ്രോബ്ലം ഈസ് ടു ഡിസ്ട്രിബ്യൂട്ട് ദ ഇൻഫർമേഷൻ എമംഗ് മെനി കമ്പ്യൂട്ടേഴ്സ്. ഇതിനെ നമ്മൾ മെനി കമ്പ്യൂട്ടേഴ്സിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് DNS, അതായത് DNS സെർവറിൽ നമ്മൾ ഈ സാധനം സ്റ്റോർ ചെയ്ത് വെക്കും. ഇതെന്ന് പറയുന്നത് ഒറ്റ കമ്പ്യൂട്ടർ ആയിരിക്കത്തില്ല, ഡിസ്ട്രിബ്യൂട്ടഡ് മാനറിൽ ഒരുപാട് കമ്പ്യൂട്ടറിൽ നമ്മൾ സേവ് ചെയ്ത് വെക്കും, സ്റ്റോർ ചെയ്ത് വെക്കും. ഇനി ഹൈറാർക്കി ഓഫ് നെയിം സെർവേഴ്സ്. DNS servers. One way to do this is to divide the whole space into many domains based on the first level. ഇനി അതായത് നമ്മളിങ്ങനെ ഹൈറാർക്കി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനുള്ള ഒരു മെത്തേഡെന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് ഡൊമൈൻസ്, അതായത് നമ്മുടെ ഹോൾ സ്പേസിന് മെനി ഡൊമൈൻസ് ഫസ്റ്റ് ലെവലിൻ്റെ ബേസിസിൽ ഒരുപാട് ഡൊമൈൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഇൻ അതർ വേർഡ്സ് വി ലെറ്റ് ദ റൂട്ട് സ്റ്റാൻഡ് അലോൺ ആൻഡ് ക്രിയേറ്റ് ആസ് മെനി ഡൊമൈൻസ് ആസ് ദർ ആർ ഫസ്റ്റ് ലെവൽ നോട്ട്സ്. അപ്പോൾ റൂട്ട് ഒറ്റയ്ക്ക് നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സബ് ട്രീസ് ആയിട്ട് ബാക്കി ഡൊമൈൻസിനെ കൊടുക്കും, അതായത് ഫസ്റ്റ് ലെവൽ നോട്ട്സ് ആയിട്ട് കൊടുക്കും. DNS allows domains to be divided further into smaller domains, subdomains. എന്നിട്ട് വീണ്ടും അടുത്ത സബ് ഡൊമൈൻസ് ആയിട്ട് സ്മാളർ ഡൊമൈൻസിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഈച്ച് സെർവർ ക്യാൻ ബി റെസ്പോൺസിബിൾ ഫോർ എയ്തർ എ ലാർജ് ഓർ എ സ്മോൾ ഡൊമൈൻ. ഓരോ സെർവറും അതിൻ്റെ ആ ഒരു ലാർജ് അല്ലെങ്കിൽ സ്മോൾ ഡൊമൈനിന് റെസ്പോൺസിബിൾ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. റൂട്ട് സെർവർ ഉണ്ട്. ആ റൂട്ട് സെർവറിനെ നമ്മൾ ഓരോ ഓരോ ഡൊമൈൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഡൊമൈൻസിനെ വീണ്ടും സബ് ഡൊമൈൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സബ് ഡൊമൈൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഈ സ്മോൾ ഡൊമൈൻസിൻ്റെ എല്ലാം റെസ്പോൺസിബിൾ ആയിട്ട് വരുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് സെർവർ ആയിരിക്കും. ഇപ്പോൾ fhda.edu എന്ന് പറയുന്ന ഈ ഒരു സ്മാൾ ഡൊമൈനിൻ്റെ മൊത്തം റെസ്പോൺസിബിലിറ്റി ആർക്കായിരിക്കും? ഈ എഡ്യൂ സെർവറിനായിരിക്കും. അതാണ് പറയുന്നത്. ദാറ്റ് ഈസ് വി ഹാവ് എ ഹൈറാർക്കി ഓഫ് സെർവേഴ്സ് ഇൻ ദ സെയിം വേ ദാറ്റ് വി ഹാവ് എ ഹൈറാർക്കി ഓഫ് നൈംസ്. അപ്പോൾ ഹൈറാർക്കി ഓഫ് സെർവേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്കൊരു ഹൈറാർക്കി ഓഫ് നൈംസും ഉണ്ട്. നെക്സ്റ്റ് ഈസ് സോൺ. വാട്ട് എ സെർവർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓർ ഹാസ് അതോറിറ്റി ഓവർ ഈസ് കാൾഡ് എ സോൺ. അപ്പോൾ ഒരു സെർവർ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആ ഒരു റീജിയൻ, അതിനെയാണ് നമ്മൾ സോൺ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ കണ്ടിന്യൂസ് പാർട്ട് ഓഫ് ദ എൻറ്റയർ ട്രീ. ആ ഒരു എൻറ്റയർ ട്രീയുടെ ഒരു
കണ്ടിജിയസ് പാർട്ട്, അതിനെയാണ് നമ്മൾ സോൺ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ദ ഡൊമൈൻ ആൻഡ് ദ സോൺ റെഫർ ടു ദ സെയിം തിങ്. ഡൊമൈൻ എന്ന് പറഞ്ഞാലും സോൺ എന്ന് പറഞ്ഞാലും നമ്മൾ സെയിം ഒറ്റ കാര്യത്തിന് തന്നെയാണ് ഇവിടെ റെഫർ ചെയ്യുന്നത്. സെർവർ മേക്സ് എ ഡാറ്റാബേസ് കാൾഡ് എ സോൺ ഫയൽ ആൻഡ് കീപ്സ് ഓൾ ദ ഇൻഫർമേഷൻ ഫോർ എവറി നോഡ് അണ്ടർ ദാറ്റ് ഡൊമൈൻ. അപ്പോൾ ഈ സെർവർ എന്ത് ചെയ്യും, ഓരോ സോൺ ഫയലിൻ്റെയും ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ ഡൊമൈൻസിൻ്റെയും ഇൻഫർമേഷൻസ് അവിടെ കീപ്പ് ചെയ്ത് വെക്കും. ആൻഡ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ നോഡ്സ് ഇൻ ദാറ്റ് സബ് ഡൊമൈൻസ് ഈസ് സ്റ്റോർഡ് ഇൻ ദ സെർവേഴ്സ് അറ്റ് ദ ലോവർ ലെവൽസ്. അപ്പോൾ സബ് ഡൊമൈൻസിൻ്റെ ഇൻഫർമേഷൻ അബൌട്ട് ദ നോഡ്സ് ഇൻ ദ സബ് ഡൊമൈൻ, അപ്പോൾ ഈ സബ് ഡൊമൈനിൽ വരുന്ന നോഡ്സിൻ്റെ ഇൻഫർമേഷൻ ഈസ് സ്റ്റോർഡ് ഇൻ ദ സെർവേഴ്സ് അറ്റ് ദ ലോവർ ലെവൽസ്. അതും നമ്മൾ എവിടെ സ്റ്റോർ ചെയ്ത് വെക്കും, ലോവർ ലെവലിലുള്ള സെർവേഴ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ദ ഒറിജിനൽ സെർവർ ഡസ് നോട്ട് ഫ്രീ ഇറ്റ് സെൽഫ് ഫ്രം റെസ്പോൺസിബിലിറ്റി ടോട്ടലി. ഇറ്റ് സ്റ്റിൽ ഹാസ് എ സോൺ ബട്ട് ദ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഈസ് കെപ്റ്റ് ബൈ ദ ലോവർ ലെവൽ സെർവേഴ്സ്. അപ്പോൾ ഓരോ ലെവൽ കഴിയും തോറും സബ് ഡൊമൈൻ, അതായത് ഓരോ സെർവേഴ്സ്, അതായത് ലോവർ ലെവലിൽ സെർവേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കറസ്പോണ്ടിങ് അതിൻ്റെ സെർവേഴ്സ് ആയിരിക്കും അതിൻ്റെ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എന്ന് വെച്ചാൽ മെയിൻ ആയിട്ടുള്ള ഈ ഒറിജിനൽ സെർവർ ഉണ്ടല്ലോ, ആ സെർവർ ഫ്രീ ആയിട്ടിരിക്കും എന്നല്ല. അതായത് അതിന് ആ ഒരു സോൺ ഉണ്ട്, പക്ഷേ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ എല്ലാം സ്റ്റോർ ചെയ്യുന്നത് ഈ സബ് സെർവർ, അതായത് അതിൻ്റെ അണ്ടറിൽ വരുന്ന സെർവേഴ്സ് ആയിരിക്കുന്നേ ഉള്ളൂ. ഇതാണ് സോൺസ് ആൻഡ് ഡൊമൈൻസ്. ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് സോൺസും ഡൊമൈൻസ് എന്ന് പറയുന്നത്. റൂട്ട് സെർവർ ഈസ് എ സെർവർ ഹൂസ് സോൺ കൺസിസ്റ്റ് ഓഫ് ദ ഹോൾ ട്രീ. അതായത് അതിൻ്റെ ഒരു സോൺ എന്ന് പറയുന്നത് ആ ഹോൾ ട്രീ തന്നെ ആയിരിക്കും. അങ്ങനെ വരുന്ന സെർവറിനെയാണ് നമ്മൾ റൂട്ട് സെർവർ എന്ന് പറയുന്നത്. റൂട്ട് സെർവർ യൂഷ്വലി ഡസ് നോട്ട് സ്റ്റോർ എൻ ഇൻഫർമേഷൻ അബൌട്ട് ഡൊമൈൻസ് ബട്ട് ഡെലിഗേറ്റ്സ് ഇറ്റ്സ് അതോറിറ്റി ടു അതർ സെർവേഴ്സ് കീപ്പിംഗ് റെഫറൻസസ് ടു ദോസ് സെർവേഴ്സ്. റൂട്ട് സെർവേഴ്സിലെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഫർമേഷനൊന്നും സ്റ്റോർ ചെയ്യത്തില്ല, ഡൊമൈൻസിൻ്റെ ഇൻഫർമേഷനൊന്നും സ്റ്റോർ ചെയ്യത്തില്ല, പക്ഷേ ഇറ്റ് വിൽ ഡെലിഗേറ്റ്സ് ഇറ്റ്സ് അതോറിറ്റി ടു അതർ സെർവേഴ്സ്. അതായത് ആ ബാക്കി സെർവേഴ്സിന് നമ്മൾ റെഫറൻസ് കീപ്പ് ചെയ്യും, ഏത് സെർവറിലോട്ടാണ് എന്നുള്ളതിൻ്റെ റെഫറൻസ് കീപ്പ് ചെയ്യുന്നത് ഈ റൂട്ട് സെർവർ ആയിരിക്കും. ദർ ആർ സെവറൽ റൂട്ട് സെർവേഴ്സ് ഈച്ച് കവറിങ് ദ ഹോൾ ഡൊമൈൻ നെയിം സ്പേസ്. ഒരുപാട് റൂട്ട് സെർവേഴ്സ് ഉണ്ട്, അതായത് നമ്മുടെ മൊത്തത്തിലുള്ള ഡൊമൈൻ നെയിം സ്പേസ് കവർ ചെയ്യുന്ന ഒരുപാട് റൂട്ട് സെർവേഴ്സ് ഉണ്ട്. ദ സെർവേഴ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഓൾ അറൗണ്ട് ദ വേൾഡ്. DNS defines two types of servers, primary servers and secondary servers. റൂട്ടിനെ കണ്ടില്ലേ, റൂട്ട് സെർവേഴ്സ്. അപ്പോൾ ഇതാണ് റൂട്ട് സെർവേഴ്സിൻ്റെ ഫിഗർ, റൂട്ട് സെർവറിൻ്റെ ഫിഗർ. പ്രൈമറി സെർവർ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് എ സെർവർ ദാറ്റ് സ്റ്റോർസ് എ ഫയൽ അബൌട്ട് ദ സോൺ ഫോർ വിച്ച് ഇറ്റ് ഈസ് ആൻ അതോറിറ്റി. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സെർവർ, പ്രൈമറി സെർവർ എന്ത് ചെയ്യും, സ്റ്റോർസ് എ ഫയൽ അബൌട്ട് ദ സോണിനെ കുറിച്ചുള്ള ഫയൽ സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കും. അത് അതോറിറ്റി ആയിട്ടുള്ള ആ ഒരു സോണിൻ്റെ ഫയൽ അവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കും. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ക്രിയേറ്റിംഗ്, മെയിൻറ്റെയിനിങ് ആൻഡ് അപ്ഡേറ്റിംഗ് ദ സോൺ ഫയൽ. ഇറ്റ് സ്റ്റോർസ് ദ സോൺ ഫയൽ ഓൺ എ ലോക്കൽ ഡിസ്ക്. അവിടെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ആ സോൺ ഫയലിൻ്റെ ക്രിയേഷൻ, മെയിൻറ്റെയിനിങ്, അപ്ഡേഷൻ. അതുപോലെ തന്നെ ഈ സോൺ ഫയലിന് നമ്മൾ ലോക്കൽ ഡിസ്കിലായിരിക്കും ഈ പ്രൈമറി സെർവേഴ്സ് സ്റ്റോർ ചെയ്യുന്നത്. ഇനി സെക്കൻഡറി സെർവർ എന്ന് പറയുമ്പോഴത്തേക്കും ട്രാൻസ്ഫേഴ്സ് ദ കംപ്ലീറ്റ് ഇൻഫർമേഷൻ അബൌട്ട് എ സോൺ ഫ്രം അനദർ സെർവർ ആൻഡ് സ്റ്റോർസ് ദ ഫയൽ ഓൺ ഇറ്റ്സ് ലോക്കൽ ഡിസ്ക്. ഈ ഒരു സോണിനെ കുറിച്ചുള്ള ആ ഒരു കംപ്ലീറ്റ് ഇൻഫർമേഷൻ അതെന്ത് ചെയ്യും, വേറൊരു അനദർ സെർവറിലോട്ട് അത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് ഓൾസോ ഇത് എങ്ങോട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്, ലോക്കൽ ഡിസ്കിൽ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. സെക്കൻഡറി സെർവർ നെയ്തർ ക്രിയേറ്റ്സ് നോർ അപ്ഡേറ്റ് ദ സോൺ ഫയൽ. സെക്കൻഡറി സെർവേഴ്സ് എന്ത് ചെയ്യില്ല, ക്രിയേഷനും അപ്ഡേഷനും ഒന്നും ചെയ്യത്തില്ല. സോൺ ഫയൽസിൻ്റെ ക്രിയേഷനും അപ്ഡേഷനും ഒന്നും ചെയ്യത്തില്ല, അത് പ്രൈമറി സെർവർ മാത്രമേ ചെയ്യൂ. ഇഫ് അപ്ഡേറ്റിംഗ് ഈസ് റിക്വയർഡ് ഇറ്റ് മസ്റ്റ് ബി ഡൺ ബൈ ദ പ്രൈമറി സെർവർ വിച്ച് സെൻഡ്സ് ദ അപ്ഡേറ്റഡ് വേർഷൻസ് ടു ദ സെക്കൻഡറി. അപ്ഡേഷൻ എല്ലാം ചെയ്യുന്നത് പ്രൈമറി സെർവറാണ്. ഈ പ്രൈമറി സെർവറാണ് നമ്മുടെ അപ്ഡേറ്റഡ് വെർഷൻ എല്ലാം സെക്കൻഡറി സെർവറിന് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെർവേഴ്സ് ആർ ബോത്ത് ഓതോറിറ്റേറ്റീവ് ഫോർ ദ സോൺസ് ദേ സെർവ്. അപ്പോൾ ഈ പ്രൈമറി സെർവേഴ്സും സെക്കൻഡറി സെർവേഴ്സും എങ്ങനെയായിരിക്കും, അത് സെർവ് ചെയ്യുന്ന സോൺസിന് അതായത് അത് സെർവ് ചെയ്യുന്ന സോൺസിന് അത് ഓതോറിറ്റേറ്റീവ് ആയിരിക്കും. വിച്ച് ഡസ് നോട്ട് പുട്ട് ദ സെക്കൻഡറി സെർവർ അറ്റ് എ ലോവർ ലെവൽ ഓഫ് അതോറിറ്റി. But to create redundancy for the data
for that, so that if one server fails, the other can continue serving client. ഇപ്പോൾ പ്രൈമറി ആണെങ്കിലും സെക്കൻഡറി ആണെങ്കിലും രണ്ടിനും സെയിം ലെവൽ ഓഫ് അതോറിറ്റി തന്നെ ആയിരിക്കും. ആൻഡ് ഓൾസോ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു ഏതെങ്കിലും ഒരു പ്രൈമറിയോ സെക്കൻഡറിയോ സെർവർ ഫെയിലായാൽ ബാക്കി മറ്റേ സെർവർ, അതായത് അതർ സെർവർ ക്യാൻ കണ്ടിന്യൂ സെർവിങ് ദ ക്ലയൻറ്റ്സ്. എ സെർവർ ക്യാൻ ബി എ പ്രൈമറി സെർവർ ഫോർ എ സ്പെസിഫിക് സോൺ ആൻഡ് എ സെക്കൻഡറി സെർവർ ഫോർ അനദർ സോൺ. ഒരു സെർവറിന് ഇപ്പോൾ ഒരു സെർവർ കറൻ്റ്ലി അത് ഒരു സോണിൻ്റെ പ്രൈമറി സെർവർ ആണെങ്കിൽ അതിന് വേറൊരു സോണിൻ്റെ തന്നെ സെക്കൻഡറി സെർവറും ആയിട്ടിരിക്കാൻ പറ്റും. A primary server loads all information from the disk file. Secondary server loads all information from the primary server. When the secondary downloads information from the primary, it is called zone transfer. അപ്പോൾ പ്രൈമറി സെർവർ നമ്മുടെ ഡിസ്ക് ഫയലിൽ എല്ലാ ഇൻഫർമേഷനും ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡറി സെർവർ എന്ത് ചെയ്യും, പ്രൈമറി സെർവറിൽ നിന്ന് എല്ലാ ഇൻഫർമേഷനും ലോഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ സെക്കൻഡറി സെർവർ പ്രൈമറിയിൽ നിന്ന് ഇൻഫർമേഷൻസ് ഡൗൺലോഡ് ചെയ്താൽ അതിന് നമ്മൾ സോൺ ട്രാൻസ്ഫർ എന്ന് പറയും. Next is DNS in the internet. In the internet, the DNS means domain namespace tree is divided into 3 different sections. ഇൻ്റർനെറ്റിലാണെങ്കിൽ നമ്മൾ DNSനെ 3 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ജനറിക് ഡൊമൈൻസ്, കൺട്രി ഡൊമൈൻസ് ആൻഡ് ഇൻവേഴ്സ് ഡൊമൈൻസ്. ഓക്കെ, ജനറിക് ഡൊമൈൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഡിഫൈൻ രജിസ്റ്റേർഡ് ഹോസ്റ്റ് അക്കോർഡിംഗ് ടു ദെയർ ജനറിക് ബിഹേവിയർ. അപ്പോൾ ഇതെന്ന് പറയുന്നത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഹോസ്റ്റ് ആയിരിക്കും. അവരുടെ ജനറിക് ബിഹേവിയർ വെച്ചിട്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഹോസ്റ്റ് ആയിരിക്കും ജനറിക് ഡൊമൈൻസ് എന്ന് പറയുന്നത്. ഈച്ച് നോഡ്, ഈ ജനറിക് ഡൊമൈൻസിൻ്റെ കേസിലാണെങ്കിൽ ഈച്ച് നോഡ് ഇൻ ദ ട്രീ ഡിഫൈൻസ് എ ഡൊമൈൻ വിച്ച് ഈസ് ആൻ ഇൻഡെക്സ് ടു ദ ഡൊമൈൻ നെയിംസ് സ്പേസ് ഡാറ്റാബേസ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറിക് ബിഹേവിയർ ഉള്ള രജിസ്റ്റേർഡ് ഹോസ്റ്റിനെ ആയിരിക്കും ജനറിക് ഡൊമൈൻസ് വെച്ച് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിലുള്ള ഈ ട്രീൻ്റെ ഓരോ നോഡും ഡിഫൈൻസ് എ ഡൊമൈൻ. ആൻഡ് ഈ ഡൊമൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ഡൊമൈൻ നെയിം സ്പേസ് ഡാറ്റാബേസിലെ ഇൻഡെക്സ് ആയിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. അതാണ് ജനറിക് ഡൊമൈൻസ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ജനറിക് ഡൊമൈൻ ലേബൽസ് ആണ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷനുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എയ്റോ എന്ന് പറയുമ്പോൾ എയർലൈൻസിനും എയറോസ്പേസ് കമ്പനീസിനും വേണ്ടിയിട്ടുള്ള ലേബലായിരിക്കും. ബിസ് എന്ന് പറയുമ്പോൾ ബിസിനസ് ഓർ ഫേംസിന് വേണ്ടിയിട്ടുള്ള ലേബലായിരിക്കും. കോം എന്ന് പറയുമ്പോൾ കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സെട്ര. ഇനി കൺട്രി ഡൊമൈൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കൺട്രിയെ ഡിനോട്ട് ചെയ്യാൻ ആ ഒരു കറസ്പോണ്ടിങ് കൺട്രിയെ നമ്മൾ അതായത് 2 ക്യാരക്ടർ കൺട്രി അബ്രിവേഷൻസ് വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. എക്സാമ്പിളാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനാണെങ്കിൽ നമ്മൾ US എന്ന് പറയുന്ന 2 ക്യാരക്ടർ വെച്ചിട്ടായിരിക്കും കൺട്രി ഡൊമൈൻസിനെ സ്പെസിഫൈ ചെയ്യുന്നത്. സെക്കൻഡ് ലേബിൾസ് ക്യാൻ ബി ഓർഗനൈസേഷണൽ ഓർ ദേ ക്യാൻ ബി മോർ സ്പെസിഫിക് നാഷണൽ ഡെസിഗ്നേഷനൊക്കെ വരുന്നുണ്ട്. അതായത് ഇവിടെ ഇപ്പം ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് കൺട്രി ഡൊമൈൻ നെയിം AU ആണെങ്കിൽ ഓസ്ട്രേലിയ ആണ്, IN ആണെങ്കിൽ ഇന്ത്യ, ആൻഡ് CL ആണെങ്കിൽ ചിലി, FR ആണെങ്കിൽ ഫ്രാൻസ്. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾ പറയുന്നുണ്ട്. HK ആണെങ്കിൽ ഹോങ്കോങ്, അങ്ങനെ പറയുന്നുണ്ട്. അതാണ് കൺട്രി ഡൊമൈൻ എന്ന് പറയുന്നത്. ഇനി ഇൻവേഴ്സ് ഡൊമൈൻ എന്ന് പറയുന്നത് ഈസ് യൂസ്ഡ് ടു മാപ്പ് ആൻ അഡ്രസ് ടു എ നെയിം. ഒരു അഡ്രസ്സിന് നെയിമിലേക്ക് മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻവേഴ്സ് ഡൊമൈൻ യൂസ് ചെയ്യുന്നത്. ദിസ് മേ ഹാപ്പൻ ഫോർ എക്സാമ്പിൾ വെൻ എ സെർവർ ഹാസ് റിസീവ്ഡ് എ റിക്വസ്റ്റ് ഫ്രം എ ക്ലയൻറ്റ് ടു ഡു എ ടാസ്ക്. ഇതെപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സെർവർ ഇപ്പോൾ ഒരു ക്ലയൻറ്റിനോട് എന്തെങ്കിലും ടാസ്ക് പെർഫോം ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കിട്ടുന്ന സിറ്റുവേഷനിലായിരിക്കും ഇത് പെർഫോം ചെയ്യുന്നത്. ഓൾദോ ദ സെർവർ ഹാസ് എ ഫയൽ ദാറ്റ് കണ്ടെയ്ൻസ് എ ലിസ്റ്റ് ഓഫ് ഓതറൈസ്ഡ് ക്ലയൻറ്റ്സ്, ഓൺലി ദ IP അഡ്രസ് ഓഫ് ദ ക്ലയൻറ്റ് ഈസ് ലിസ്റ്റഡ്. അപ്പോൾ ഈ സെർവറിൻ്റെ കയ്യിൽ ആ ഒരു ഓതറൈസ്ഡ് ഫയൽ, അതായത് ഓതറൈസ്ഡ് ക്ലയൻസിൻ്റെ ലിസ്റ്റ് ഓഫ് ഫയൽ ഉണ്ടായിരിക്കും. ആ ഒരു ലിസ്റ്റ് എന്ന് പറയുന്ന സാധനം, ലിസ്റ്റ് ഓഫ് ഓതറൈസ്ഡ് ക്ലയൻസിൻ്റെ ഒരു ഫയൽ തന്നെ ഉണ്ടായിരിക്കും. പക്ഷേ അതിൽ നിന്ന് ആ ക്ലയൻറ്റിൻ്റെ IP അഡ്രസ്സ് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. അങ്ങനെ വരുന്നതാണ് ഇൻവേഴ്സ് ഡൊമൈനിൽ. ദ സെർവർ ആസ്ക് ഇറ്റ് റിസോൾവർ ടു സെൻഡ് എ ക്വറി ടു ദ DNS സെർവർ ടു മാപ്പ് ആൻ അഡ്രസ് ടു എ നെയിം.
സെർവർ എന്ത് ചെയ്യും, റിസോൾവറിനോട് ചോദിക്കും ഫോർ സെൻഡിങ് എ ക്വറി ടു ദ DNS സെർവർ ടു മാപ്പ് ആൻ അഡ്രസ് ടു എ നെയിം. നമുക്ക് അഡ്രസ്സിന് നെയിമിലേക്കാണ് മാപ്പ് ചെയ്യേണ്ടത്. സോ ഇറ്റ് വിൽ സെൻഡ് എ ക്വറി ടു DNS സെർവറിലോട്ട് ഒരു ക്വറി സെൻഡ് ചെയ്യും. ആൻഡ് ടു ഡിറ്റർമിൻ ഇഫ് ദ ക്ലയൻറ്റ് ഈസ് ഓൺ ദ ഓതറൈസ്ഡ് ലിസ്റ്റ്. ആ ഒരു ഓതറൈസ്ഡ് ലിസ്റ്റ്, ക്ലയൻറ്റിൻ്റെ കയ്യിലുള്ള ഫയൽ, അതിൽ എന്തുണ്ട്, ഓതറൈസ്ഡ് ലിസ്റ്റ് ഓഫ് ക്ലയൻ്റ് ഉണ്ട്. അതിൽ ഈ തന്നിരിക്കുന്ന അതായത് ഈ ക്ലയൻറ്റിൻ്റെ നെയിം ഉണ്ടോ, ക്ലയൻറ്റ് ഉണ്ടോ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സെർവർ അതിൻ്റെ റിസോൾവറിന് ഒരു ക്വറി സെൻഡ് ചെയ്യും. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് ക്വറി ഈസ് കാൾഡ് ആൻ ഇൻവേഴ്സ് ഓർ പോയിൻ്റർ ക്വറി. ഇങ്ങനെയുള്ള ക്വറി, ഇങ്ങനെ നമ്മുടെ സെർവർ റിസോൾവറിന് സെൻഡ് ചെയ്യുന്ന ക്വറിയാണ് ഇൻവേഴ്സ് അല്ലെങ്കിൽ പോയിൻ്റർ ക്വറി എന്ന് പറയുന്നത്. അതെന്തിനാണ്, നമ്മുടെ ആ കറസ്പോണ്ടിങ് ക്ലയൻറ്റ് ഓതറൈസ്ഡ് ലിസ്റ്റിലുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ക്വറി സെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് റെസൊല്യൂഷൻ. മാപ്പിംഗ് എ നെയിം ടു ആൻ അഡ്രസ് ഓർ ആൻ അഡ്രസ് ടു എ നെയിം ഈസ് കാൾഡ് നെയിം അഡ്രസ് റെസൊല്യൂഷൻ. അപ്പോൾ ഒരു നെയിമിനെ അഡ്രസ്സിലേക്ക് മാപ്പ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അഡ്രസ്സിനെ നെയിമിലേക്ക് മാപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നെയിം അഡ്രസ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. DNS ഈസ് ഡിസൈൻഡ് ആസ് എ ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷൻ. DNS എന്ന് പറയുന്നത് ഒരു ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷൻ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് എ ഹോസ്റ്റ് ദാറ്റ് നീഡ്സ് ടു മാപ്പ് ആൻ അഡ്രസ് ടു എ നെയിം ഓർ എ നെയിം ടു ആൻ അഡ്രസ് കോൾസ് എ DNS ക്ലയൻറ്റ് കാൾഡ് എ റിസോൾവർ. അപ്പോൾ റിസോൾവർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇറ്റ് ഈസ് എ ഹോസ്റ്റ് ദാറ്റ് നീഡ്സ് ടു മാപ്പ് ആൻ അഡ്രസ് ടു എ നെയിം ഓർ എ നെയിം ടു ആൻ അഡ്രസ് കോൾസ് എ DNS ക്ലയൻറ്റ് കാൾഡ് എ റിസോൾവർ. അപ്പോൾ ഒരു ഹോസ്റ്റിന് ഒരു അഡ്രസ്സിന് ഒരു നെയിമിലോട്ട് മാപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു നെയിമിനെ അഡ്രസ്സിലേക്ക് മാപ്പ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഹോസ്റ്റ് എന്ത് ചെയ്യും, ആദ്യം DNS ക്ലയൻറ്റിനെ കോൾ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഹോസ്റ്റിനെയാണ് നമ്മൾ റിസോൾവർ എന്ന് പറയുന്നത്. Resolver accesses the closest DNS server with a mapping request. അപ്പോൾ റിസോൾവർ എന്ത് ചെയ്യും, ഇറ്റ് ആക്സസസ് ദ ക്ലോസസ്റ്റ് DNS സെർവർ, മാപ്പിംഗ് റിക്വസ്റ്റ് ഉള്ള ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള DNS സെർവറിനെ റിസോൾവർ ആക്സസ് ചെയ്യും. ഇനി ഈ സെർവറിന് ആ ഒരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് സാറ്റിസ്ഫൈസ് ദ റിസോൾവർ, അതർവൈസ് ഇറ്റ് എയ്തർ റെഫേഴ്സ് ദ റിസോൾവർ ടു ദ അതർ സെർവേഴ്സ്. അല്ലെങ്കിൽ അതിന് ആ ഒരു കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ അതെന്ത് ചെയ്യും, നമ്മുടെ റിസോൾവറിന് ബാക്കി സെർവേഴ്സ് റെഫർ ചെയ്ത് കൊടുക്കും. ഓർ ആസ്ക് അതർ സെർവേഴ്സ് ടു പ്രൊവൈഡ് ദ ഇൻഫർമേഷൻ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ബാക്കി സെർവേഴ്സിനോട് ചോദിക്കും, ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ചോദിക്കും. After the resolver receives the mapping, it interprets the response to see if it is a real resolution or an error. അപ്പോൾ റിസോൾവറിന് നമ്മുടെ മാപ്പിംഗ് കിട്ടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അത് റിയൽ റെസൊല്യൂഷൻ ആണോ അതോ അത് ഫെയിലിയർ ആണോ എറർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ആൻഡ് ഫൈനലി ഡെലിവേഴ്സ് ദ റിസൾട്ട് ടു ദ പ്രോസസ് ദാറ്റ് റിക്വസ്റ്റഡ് ഇറ്റ്. എന്നിട്ട് എന്ത് ചെയ്യും, ഈ പ്രോസസ്സ് റിക്വസ്റ്റ് ചെയ്ത ആ ഒരു അതായത് ഈ ഒരു ഫങ്ഷൻ റിക്വസ്റ്റ് ചെയ്ത പ്രോസസ്സിലേക്ക് ഈ സാധനം എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും, അതായത് ഡെലിവർ ചെയ്യും, ഈ റിസൾട്ട് ഡെലിവർ ചെയ്ത് കൊടുക്കും. അതാണ് റിസോൾവറിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഒരു റിസോൾവർ ഉണ്ടായിരിക്കും. റിസോൾവർ എന്താണ് ചെയ്യുന്നത്, ഹോസ്റ്റ് നെയിം സെൻഡ് ചെയ്യും ആൻഡ് ഇറ്റ് ഗെറ്റ്സ് ദ IP അഡ്രസ്. HTTP ആദ്യം ഹോസ്റ്റ് നെയിം സെൻഡ് ചെയ്യും. അപ്പോൾ ഈ HTTP ഹോസ്റ്റ് നെയിം സെൻഡ് ചെയ്യുന്നത് റിസോൾവർ ആർക്ക് കൊടുക്കും, നെയിം സെർവറിന് കൊടുക്കും. നെയിം സെർവർ അപ്പോൾ IP അഡ്രസ്സ് റിട്ടേൺ ചെയ്യും. ആ IP അഡ്രസ്സ് HTTPക്ക് റിസോൾവർ തിരിച്ചു കൊടുക്കും. അപ്പോൾ DNS മെസ്സേജസ് എന്ന് പറയുമ്പോഴത്തേക്കും 2 ടൈപ്സ് ഓഫ് മെസ്സേജസ് ഉണ്ട്. ക്വറി മെസ്സേജും ഉണ്ട്, റെസ്പോൺസ് മെസ്സേജും ഉണ്ട്. രണ്ട് ടൈപ്പിനും ബോത്ത് ടൈപ്സ് ഹാവ് ദ സെയിം ഫോർമാറ്റ് തന്നെയാണ്. ക്വറി മെസ്സേജിലാണെങ്കിൽ ഒരു ഹെഡറും ക്വസ്റ്റ്യൻ റെക്കോർഡ്സും ഉണ്ടായിരിക്കും. റെസ്പോൺസ് മെസ്സേജിലാണെങ്കിൽ ഒരു ഹെഡർ ഉണ്ടായിരിക്കും, ക്വസ്റ്റ്യൻ റെക്കോർഡ്സ് ഉണ്ടായിരിക്കും, ആൻസർ റെക്കോർഡ്സ് ഉണ്ടായിരിക്കും, ഓതറിറ്റേറ്റീവ് റെക്കോർഡ്സ് ഉണ്ടായിരിക്കും, അതുപോലെ അഡീഷണൽ റെക്കോർഡ്സ് ഉണ്ടായിരിക്കും. രണ്ടിൻ്റെയും ഫോർമാറ്റാണ് കൊടുത്തിരിക്കുന്നത്, ക്വറി മെസ്സേജിൻ്റെയും റെസ്പോൺസ് മെസ്സേജിൻ്റെയും. ഇനി ഇതിൻ്റെ ഹെഡർ ഫോർമാറ്റ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു 2 ബൈറ്റ് ഫീൽഡ് ആയിരിക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ ക്ലയൻറ്റ് ടു മാച്ച് ദ റെസ്പോൺസ് വിത്ത് ദ ക്വറി. അതായത് നമ്മുടെ ക്വറിയെ മാച്ച് ചെയ്യാൻ, അതായത് ക്ലയൻറ്റ് യൂസ് ചെയ്യുന്നത് നമ്മുടെ റെസ്പോൺസും ക്വറിയും തമ്മിൽ
മാച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ഒരു ഫീൽഡാണ് ഐഡൻറ്റിഫിക്കേഷൻ ഫീൽഡ് എന്ന് പറയുന്നത്. ദ ക്ലയൻറ്റ് യൂസസ് എ ഡിഫറെൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഈച്ച് ടൈം ഇറ്റ് സെൻസ് എ ക്വറി. അപ്പോൾ ഓരോ ക്വറിക്കും ഓരോ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഐഡൻറ്റിഫിക്കേഷൻ പെർഫോം ചെയ്യുന്നത്. 8 ഫ്ലാഗ്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ റെക്കോർഡ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ആൻസർ റെക്കോർഡ്സ് ഉണ്ടായിരിക്കും, ഓതറിറ്റേറ്റീവ് റെക്കോർഡ്സ് ഉണ്ടായിരിക്കും, അഡീഷണൽ റെക്കോർഡ്സ് ഉണ്ടായിരിക്കും. റെസ്റ്റ് ഓഫ് ദ DNS മെസ്സേജ്, അതായത് ക്വസ്റ്റ്യൻ സെക്ഷൻ, ആൻസർ സെക്ഷൻ, ഓതറിറ്റേറ്റീവ് സെക്ഷൻ, അഡീഷണൽ ഇൻഫോർമേഷൻ സെക്ഷൻ. ക്വസ്റ്റ്യൻ സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ റെക്കോർഡ്സ് ഉള്ള സെക്ഷൻ കൺസിസ്റ്റിംഗ് ഓഫ് 1 or more ക്വസ്റ്റ്യൻ റെക്കോർഡ്സ് ആൻഡ് എക്സിസ്റ്റ് ഇൻ ബോത്ത് ക്വറിയിലും റെസ്പോൺസിൻ്റെ മെസ്സേജസിലും ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ ആൻസർ സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 1 or more റിസോഴ്സ് റെക്കോർഡ്സ് എക്സിസ്റ്റ് ഇൻ റെസ്പോൺസ് ഉള്ളൂ. ഇത് റെസ്പോൺസ് മെസ്സേജിൻ്റെ കേസിൽ മാത്രമേ ഉള്ളൂ. ദിസ് സെക്ഷൻ ഇൻക്ലൂഡ്സ് ദ ആൻസർ ഫ്രം ദ സെർവർ ടു ദ ക്ലയൻറ്റ്. സെർവറിൽ നിന്ന് ക്ലയൻറ്റിലേക്കുള്ള ഒരു ആൻസറും ഈ സെക്ഷനിൽ ഉണ്ടായിരിക്കും. ആൻഡ് ദ ഓതറിറ്റേറ്റീവ് സെക്ഷൻ കൺസിസ്റ്റിംഗ് ഓഫ് 1 or more റിസോഴ്സ് റെക്കോർഡ് ആൻഡ് ഇതും റെസ്പോൺസ് മെസ്സേജിൽ മാത്രമേ കാണൂ. ദിസ് കണ്ടെയ്ൻസ് ദ ഡൊമൈൻ നെയിം അബൌട്ട് 1 or more ഓഫ് ദ ഓതറിറ്റേറ്റീവ് സെർവേഴ്സ് ഫോർ ദ ക്വറി. അഡീഷണൽ ഇൻഫർമേഷൻ സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇതും റെസ്പോൺസ് മെസ്സേജസിൽ മാത്രമേ കാണൂ. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് 1 or more റിസോഴ്സ് റെക്കോർഡ്. എക്സാമ്പിൾ IP അഡ്രസ് ഓഫ് ഓതറിറ്റേറ്റീവ് സെർവർ. ഓതറിറ്റേറ്റീവ് സെർവറിൻ്റെ IP അഡ്രസ്സ് ഒക്കെ ആയിരിക്കും ഇതിലുണ്ടാവുക. അപ്പോൾ ഹെഡറുണ്ട്, ക്വസ്റ്റ്യൻ സെക്ഷനുണ്ട്, ആൻസർ സെക്ഷനുണ്ട്, ഓതറിറ്റേറ്റീവ് സെക്ഷനുണ്ട്, അഡീഷണൽ സെക്ഷനുണ്ട്. ഹെഡറും ക്വസ്റ്റ്യൻ സെക്ഷനും നമ്മൾ രണ്ടിലും ക്വറി മെസ്സേജിൻ്റെ കേസിലാണെങ്കിലും റെസ്പോൺസ് മെസ്സേജിൻ്റെ കേസിലാണെങ്കിലും കോമൺ ആണ്. ബാക്കി ആൻസർ സെക്ഷനും ഓതറിറ്റേറ്റീവ് സെക്ഷനും അഡീഷണൽ സെക്ഷനും ഒക്കെ റെസ്പോൺസ് മെസ്സേജിൻ്റെ കേസിൽ മാത്രമേ ഉണ്ടാകൂ. ഇനി ടൈപ്സ് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നത് 2 ടൈപ്സ് ഓഫ് റെക്കോർഡ് ഉണ്ട്, ക്വസ്റ്റ്യൻ റെക്കോർഡും റിസോഴ്സ് റെക്കോർഡും. ക്വസ്റ്റ്യൻ റെക്കോർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ക്വസ്റ്റ്യൻ സെക്ഷൻ ഓഫ് ദ query and response messages. Question record is used by the client to get information from a server. ഇതിൽ ഡൊമൈൻ നെയിം ആയിരിക്കും കാണുന്നത്. നമ്മുടെ ക്ലയൻ്റ് ആയിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്. സെർവറിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻ റെക്കോർഡ് യൂസ് ചെയ്യുന്നത്. റിസോഴ്സ് റെക്കോർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ആൻസർ, ഓതറിറ്റേറ്റീവ് ആൻഡ് അഡീഷണൽ ഇൻഫർമേഷൻ സെക്ഷൻ ഓഫ് ദ റെസ്പോൺസ് മെസ്സേജ്. ഈ റെസ്പോൺസ് മെസ്സേജിൻ്റെ ഈ ആൻസർ, ഓതറിറ്റേറ്റീവ്, അഡീഷണൽ ഇൻഫർമേഷൻ സെക്ഷനില്ലേ, അവിടെയാണ് നമ്മൾ റിസോഴ്സ് റെക്കോർഡ് യൂസ് ചെയ്യുന്നത്. ഈച്ച് ഡൊമൈൻ നെയിം ഈസ് അസോസിയേറ്റഡ് വിത്ത് റെക്കോർഡ് കാൾഡ് ദ റിസോഴ്സ് റെക്കോർഡ്. എല്ലാ ഡൊമൈൻ നെയിമും നമ്മുടെ ഒരു റെക്കോർഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ അതാണ് നമ്മുടെ ഈ റിസോഴ്സ് റെക്കോർഡ്. എല്ലാ ഡൊമൈൻ നെയിമിനും എന്തുണ്ടായിരിക്കും? ഒരു റിസോഴ്സ് റെക്കോർഡ് ഉണ്ടായിരിക്കും. ദ സെർവർ ഡാറ്റാബേസ് കൺസിസ്റ്റ് ഓഫ് റിസോഴ്സ് റെക്കോർഡ്. അപ്പോൾ ഇതിൽ നമ്മുടെ സെർവർ ഡാറ്റാബേസിൽ എന്തുണ്ടായിരിക്കും? റിസോഴ്സ് റെക്കോർഡ്സ് ഉണ്ടായിരിക്കും. ദിസ് ആർ ഓൾസോ വാട്ട് ഈസ് റിട്ടേൺ ബൈ ദ സെർവർ ടു ദ ക്ലയൻറ്റ്. എന്താണ് സെർവറിൽ നിന്ന് ക്ലയൻറ്റിലേക്ക് എന്താണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്, അത് നമ്മുടെ ഈ റിസോഴ്സ് റെക്കോർഡിലായിരിക്കും ഉണ്ടാവുക.